സാറേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. ഇന്നലെ എന്റെ വീട്ടില് എന്റെ അനിയന്മാരെടുത്ത് പോയിട്ട് പൊന്നാനിയുള്ള ഒരുത്തന് ഓജിയുടെ ഒരുത്തനാന്ന് പറഞ്ഞിട്ട് എന്റെ വീട് ഇതല്ലേ ഇങ്ങനെയല്ലേ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുക. മതിയായി, എവിടെ കണ്ടാലും വെടിവെക്കാനാണ് ഉത്തരവ്. ആരെ വെടിവെക്കാൻ? എന്നെ തന്നെ. അയാൾക്ക് നമ്മളോട് എന്തിനാ ഇത്ര ശത്രുത? കൊച്ചിയിലെ മദ്യവും ലഹരിയും വിളമ്പുന്ന നമ്പർ 8 ഹോട്ടലിലെ നീ അവിടെ വിളമ്പിയത് മദ്യവും മധുരാച്ചിയും മയക്കുമരുന്നു, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഒറ്റിയത്. അഞ്ജലി റീമാദേവ് എന്ന ക്രിമിനലിനെ പോലെ എത്ര പെൺകുട്ടികളുടെ രക്ഷകനാണ് സുനിലോജി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷകനിൽ നിന്ന് തുടങ്ങി പലതിനും പെൺകുട്ടികളെ യൂസ് ചെയ്യും. ആദ്യം ഒരു മെൻഡറായി തുടങ്ങും പെൺകുട്ടികളുടെ ജീവിതത്തിൽ. സുനിലോജി ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടും. പിന്നീട് ഓജീസ് കാന്താരി എന്ന തന്റെ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തും. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമില്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ടാം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തി ഞാൻ ചെയ്യും, അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. പിന്നീട് തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്തിയെടുക്കും. മധ്യ തിരുവിതാംകൂറുകാരൻ കൈമൾക്ക് മദ്യം ഒരു ലഹരിയാണോ, മദിരാശി ഒരു ഹരമാണോ? കൊണ്ടുപോകണോ മദിരാശിയെ? കരോളാണ് സുനിലോജിക്ക് വേണ്ടി പല പെൺകുട്ടികളെയും മെസ്സേജ് അയച്ച് സുനിലോജിയുടെ അടുത്തോട്ട് എത്തിക്കുന്നത്. പിന്നീട് ഇവരെ ഡ്രഗ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. സുനിലോജിയുടെ പ്രവൃത്തികൾ പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ശബ്ദമുയർത്താനോ ആളില്ല. എന്റെ മാനം പോയി ബാബു. ഞാനിപ്പോ അവന്മാരെ കണ്ടിട്ട് വരിക. ബാബു നമ്മുടെ 3-4 ആളുകളെ ഏർപ്പാട് ചെയ്യണം. തട്ടിക്കളയല്ലാതെ വേറെ മാർഗമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ അവന് മെസ്സേജ് പറഞ്ഞു, എന്റെ വീട് തന്നെയാണ്, നീ ഇതുപോലെ ചെയ്യ്, കുഴപ്പമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നോടും പിള്ളേരോടും കളിച്ച കുറെ പേര് കൊച്ചിക്കാരിൽ മാമോദീസം മുങ്ങി കിടപ്പുണ്ട്. നിനക്കും മുങ്ങണോ? എന്നെ ഒന്നും ചെയ്യണ്ട സാർ, എന്നെ വെറുതെ ഒന്ന് ഉപദേശിച്ചാ മതി, ഞാൻ ചുമ്മാ അങ്ങ് നന്നായിക്കോളും. പണ്ടാറടങ്ങാൻ നീ അവളോ അഴക്. സത്യത്തിൽ മാലിന്യ ആദ്യം കണ്ടപ്പോ എന്റെ മനസ്സിൽ ഒരു സ്പാർക്കുണ്ടായി.